മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സിന് ഡയസ്നോൺ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. സമരത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടേഴ്സിന്റെ പട്ടിക, പഞ്ചിങ് അറ്റൻഡൻസ് സ്റ്റേറ്റ്മെന്റ് എന്നിവ നൽകണമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. എന്നാൽ ഡയസ്നോൺ നിർബന്ധമാക്കിയാൽ ആരോഗ്യമേഖല സ്തംഭിപ്പിക്കുമെന്ന് KGM-CTA മുന്നറിയിപ്പ് നൽകി. KGM-CTA പ്രഖ്യാപിച്ച സമരം 10 മടങ്ങ് ശക്തിയോടുകൂടി നടക്കുകയാണ്. ഈ സമരത്തെ നേരിടുവാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവ് കൂടി ഇറക്കിയിരിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ KGM-CTAയുടെ സമരപ്പന്തലിലാണ്. സർക്കാർ ഡയസ്നോൺ ഉണ്ട്. നേരത്തെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഈ സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. അതായത് KGM-CTAയുടെ സമരത്തെ നേരിടാൻ ഒരുങ്ങി തന്നെയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒപ്പം സമരത്തിൽ ഏർപ്പെട്ടുള്ള ഡോക്ടർമാരുടെ പട്ടിക, പഞ്ചിങ് അറ്റൻഡൻസ് സ്റ്റേറ്റ്മെന്റ് സഹിതം സർക്കാരിന് നൽകണമെന്നും ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി മെഡിക്കൽ ഡയറക്ടർക്ക് ഉത്തരവായി തന്നെ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, നിലവിൽ വലിയ അതിശക്തമായിട്ടുള്ളൊരു സമരത്തിലേക്ക് നിങ്ങൾ പോയിരിക്കുകയാണ്. മെഡിക്കൽ മേഖല സ്തംഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എങ്ങനെയാണ് ഈ സർക്കാരിന്റെ ഇടപെടലിനെ കാണുന്നത്? സർക്കാർ ഇപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ OPയും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുന്നത്. ബാക്കി ഇൻപേഷ്യൻസ് ഉണ്ട്. അപ്പം ഇവരുടെയൊക്കെ കെയർ സംഘടനാ അംഗങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡയസ്നോൺ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങളെല്ലാം ഈ എല്ലാ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് നിർബന്ധിതരാകും. അത് ഈ രോഗി പരിചരണത്തെ ഗുരുതരമായിട്ട് ബാധിക്കാനാണ് സാധ്യത. അതായത് സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘടനയുടെ തീരുമാനം. ഇന്ന് കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നുണ്ട്. തുടർഭാവി പരിപാടികൾ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. മേഡം, വേറൊരു കാര്യം, അതായത് ഈ സർക്കാർ പറയുന്നത് ചില ജീവനക്കാർ, അതായത് ഡോക്ടർമാർ വന്ന് പഞ്ച് ചെയ്തതിനു ശേഷം ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെയുള്ളവരുടെ പട്ടികയൊക്കെ തന്നെ വേണമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെയുണ്ടോ? ഞങ്ങളുടെ ഹാജർ 2 രീതിയിലാണ്. ഒന്ന്, NMCയുടെ പഞ്ചിങ് ചെയ്യണം, അതോടുകൂടി തന്നെ ഫിസിക്കൽ ഹാജറും ഉണ്ട്. അപ്പോൾ സമരം ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരാളുടെ ജോലി എന്ന് പറയുന്നത് OPയിലിരിക്കുകയെന്നോ അല്ലെങ്കിൽ സർജറി മാത്രം ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം കിടക്കുന്ന പേഷ്യൻ്റെ കെയർ ഉണ്ട്, കാഷ്വാലിറ്റി നോക്കുന്നുണ്ട്, 24 മണിക്കൂറും കാഷ്വാലിറ്റി റൺ ചെയ്യുന്നുണ്ട്, ICUs എത്രത്തോളം ICUs, അതായത് ഓരോ സ്പെഷ്യാലിറ്റിയുടെ കീഴിലുമുള്ള മൾട്ടിപ്പിൾ ICUs ഉണ്ട്. ഇത് നടക്കുന്നുണ്ട്. ലേബർ റൂംസ് ഉണ്ട്, അവിടെയുള്ള ICUs ഉണ്ട്, പീഡിയാട്രിക് നിയോനേറ്റൽ കെയർ, അങ്ങനെ ക്രിട്ടിക്കൽ കെയർ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു OP സർജറി മാത്രമല്ല. അപ്പോൾ ഇതെല്ലാം ഈ ഡോക്ടർമാർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവരൊപ്പിടാതെ ആ ജോലി ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് പോട്ടെ, അവർ ജോലി ചെയ്യുകയാണ്, ഇനി ഡയസ്നോൺ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ജോലിയും അവർ ചെയ്യേണ്ട എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ NMC പഞ്ചിങ് ഉൾപ്പെടെ ഞങ്ങൾക്ക് നിർത്തേണ്ടി വരും. അതായത് സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് സമരം കൊണ്ട് തന്നെ നേരിടും. അതെ, തീർച്ചയായും. എന്തായാലും KGM-CTA ഭാരവാഹികൾ അടക്കം പറയുന്നത് സർക്കാർ ഇത്തരത്തിൽ ഒരു കർശന നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കർശനമായിട്ടുള്ളൊരു നിലപാട് സമരക്കാരും, അതായത് ഡോക്ടർമാരും KGM-CTAയും എടുക്കും എന്നുള്ളതാണ്. നിലവിൽ ഇൻപേഷ്യൻ സംവിധാനവും ICUവും ഒക്കെ തന്നെ റൺ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാർ ഇത്തരം ഡയസ്നോൺ നിർബന്ധമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതെല്ലാം നിർത്തി, അതായത് ആരോഗ്യ മേഖല പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.